നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള റീസ്റ്റോറേഷൻ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ പ്ലേറ്റ് ചെയ്തിട്ടുള്ളൊരു വണ്ടി അതാണിത് ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നത്. നോർമലി ബുള്ളറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലേറ്റിംഗ് ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകമാണെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ കുറച്ച് കൂടുതലാണ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്, അത് വേറൊരു സംശയമല്ല. എന്തായാലും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഷീനെ, നമുക്ക് തുടങ്ങിയാലോ? ഇത് ഏത് വർഷത്തെ വണ്ടിയാ? ഇത് 2000 മോഡൽ വണ്ടിയാണ്. 2000 മോഡൽ വണ്ടിയാണല്ലേ. നമ്മൾ ഒരു പ്രാവശ്യം മറ്റേ മേൽക്കടയ്ക്കാർ കൊണ്ടുപോയിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു, കഴക്കൂട്ടത്തെ പുള്ളിയുടെ, അല്ല മേനംകുളത്തെ, കഠിനംകുളത്തെ. അതേപോലത്തെ ഒരു കളർ പോലെ എനിക്ക് തോന്നുന്നു. ഇത് ഡാർക്ക് ആണ്, കുറച്ചുകൂടെ ഡാർക്ക് ആണല്ലേ? ലൈറ്റ് കളർ ആയിരുന്നു. ഓക്കെ ഓക്കെ. പക്ഷെ എനിക്ക് ആദ്യം തന്നെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ആ ഒരു കഠിനംകുളം വണ്ടി പോലെ അതേപോലെയാണ്, എന്നാലും അത് ലൈറ്റ് കളർ ആണ്, കുറച്ച് ലൈറ്റ് ആണ്. ഇതൊരു വയലറ്റ് ഷെയ്ഡൂടെ ഉണ്ട്. ഓക്കെ. എവിടേക്ക് ഒരു ചെറിയൊരു കളർ ചേഞ്ച് ഇങ്ങനെ മാറുന്ന പോലെ ഒരു തോന്നല് അല്ലേ? ഷെയ്ഡ് വ്യത്യാസം വരുന്നുണ്ട്. നമ്മളിത് വെയിലത്ത് വെക്കുമ്പോഴത്തേക്ക് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് കളർ വ്യത്യാസം വരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഇതിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഒന്ന് ആദ്യം നമുക്ക് സ്പെയർ പാർട്സ് മുതൽ തുടങ്ങാം. സ്പെയർ പാർട്സ് ആണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് കംപ്ലീറ്റ് എ ടു സെഡ് സ്പെയർ മാറിയിട്ടുണ്ട്. കാർബറേറ്റർ, സീറ്റ്, ഹാൻഡില്, സ്വിച്ചസ്, ത്രോട്ടില്, യോക്ക് സെറ്റ്, ലിവേഴ്സ്, സ്പീഡോമീറ്റർ, ആംബിയറോമീറ്റർ, അതിൻ്റെ റബ്ബർ, ഡൂം സെറ്റ്, പിന്നെ കീ സെറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, ക്രാഷ് ഗാർഡ്, പിന്നെ ഫ്രണ്ട് ബാക്ക് റിമ്മ് തുരുമ്പായി പോയി, അത് മാറ്റി, സൈഡ് സ്റ്റാൻഡ്, പിന്നെ ഷോക്ക്. ഇത് ഈ നമ്മുടെ മഡ് ഗാർഡ്സ് പുതിയതാണോ? മഡ് ഗാർഡ്സ് പഴയതാണ്, പഴയ തന്നെ പ്ലേറ്റ് ചെയ്തതാണ്. ചെയ്തതാണ്. ഓക്കെ.